മുരിങ്ങ മരവും കർമൂസ മരവും, കർമൂസ എന്ന് പറഞ്ഞാൽ പപ്പായ, വീടിന്റെ മുകളിലേക്ക് വളർന്നാൽ അത് ദോഷം ചെയ്യും എന്ന് പഴയ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും അതിന് കാരണമുണ്ട്. ശരിക്കും വീടിന് ദോഷം ഏത് തരത്തിലാണെന്ന് നമ്മൾ ചിന്തിച്ചില്ല. ദോഷം എന്ന് കേട്ടാൽ നമ്മൾ വിചാരിക്കും അത് എന്താ പറയാ, മറ്റേ ശകുനം പോലെയുള്ള ദോഷമാണെന്ന് വിചാരിക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ അതിന്റെ സത്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ എൻ്റെ ഈ മുരിങ്ങ മരം കിടക്കുന്നത് ഇപ്പൊ ഞാൻ ടെറസിന്റെ മുകളിലാണുള്ളത്, വീടിന്റെ ടെറസിന്റെ മുകളിൽ. ഇതിപ്പോ ടെറസിന്റെ മുകളിലെത്തി. പക്ഷെ ആദ്യം ഇത് ടെറസിന്റെ മുകളിൽ ഒരാളായിരുന്നു. ഏകദേശം ഇതിന്റെ മുരട് കിടക്കുന്നത് ഇവിടുന്ന് ഒരു 5 മീറ്റർ അല്ലെങ്കിൽ 6 മീറ്റർ ദൂരത്തിലാണ് ഇതിന്റെ മുരട് കിടക്കുന്നത്. അപ്പൊ ഇത് കുറെ പഴക്കമുള്ളൊരു മരമാണ്. ഒരുപാട്, എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 20-25 വർഷത്തിന്റെ മുകളിൽ പഴക്കമുള്ളൊരു മരമാണിത്. കാലക്രമേണ ഇത് വളർന്ന് വലുതായി. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തടി നല്ല കനവും അതുപോലെ തന്നെ വണ്ണം വെക്കുകയും ചെയ്യും. അതേപോലെ തന്നെയാണ് കർമൂസയും. തടിക്ക് നല്ല കന ഉണ്ടാവും, കാരണം നല്ല വെള്ളം ശേഖരിച്ചു വെക്കാൻ പറ്റുന്ന മരമാണ് ഈ കർമൂസ എന്ന് പറഞ്ഞാൽ. ഈ മരത്തിന് കാതൽ കുറവാണ്. ഒന്ന്, ഇതിന്റെ കാതൽ കുറവായി, ബലക്കുറവുള്ളത് കൊണ്ട്, കാതൽ കുറവായതുകൊണ്ട്. അതുപോലെ തന്നെ ചീയൽ, അടി ചീയുക, മരത്തിന്റെ തടി ചീയുക, ആ ഒരു ഇത് മറിഞ്ഞു പോകും. അതേപോലെ തന്നെയാണ് കർമൂസ. ഉള്ളിൽ കേട് വന്നാൽ നമ്മൾ പുറത്തുനിന്ന് കണ്ടാൽ അറിയില്ല. പുറത്തുനിന്ന് നമ്മൾ കണ്ടാൽ അത് നോക്കിയാലും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് അതും ചീഞ്ഞ് പിന്നെ അത് മറിഞ്ഞു വെക്കുമ്പോഴായിരിക്കും നമ്മളത് അറിയാം. പണ്ടൊക്കെ പുല്ല് മേഞ്ഞ വീട്, ഓല മേഞ്ഞ വീട്, അതുപോലെ തന്നെ ഓടിട്ട വീടൊക്കെയാണ്. അപ്പൊ ഈ ഭാരം കൂടിയതും കനം കൂടിയതും ഉറപ്പ് കുറഞ്ഞതുമായിട്ടുള്ള ഈ മരം പൊട്ടി വീഴാൻ വലിയ സാധ്യത ഉണ്ട്. ഈ കർമൂസ മരം ശരിക്ക് എന്താ പറയാ, ഒരു കുഴപ്പമില്ലാത്തൊരു മരം. തണ്ടൊക്കെ കണ്ടാൽ നമുക്ക് തടി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതിപ്പോ മറിഞ്ഞു വീണത്, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്തെ സൈഡിൽ ഒരു വീടുണ്ട്. ഈ ഒരു കർമൂസന്റെ മരം 2 നില വീടിന്റെ ഉയരമുണ്ട്. അടി അത്രയും വണ്ണം കൂടിയ നല്ല ഉയരമുള്ള ഒന്നാണ്. കട കണ്ടാൽ നമുക്ക് ഒരു കുഴപ്പമില്ല, അതിന്റെ തടി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല. പക്ഷെ എന്ത് ചെയ്തു, അത് മറിഞ്ഞു വീണു. അപ്പൊ അതുകൊണ്ടാണ് കർമൂസ മരവും മുരിങ്ങ മരവും വീടിന് ദോഷമാണ് എന്ന് പറയാൻ കാരണം. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഇത് ഉള്ള് പൊത്തായി പോയത്, അതുപോലെ തന്നെ ചീഞ്ഞു പോയത്, ദ്രവിച്ചു പോയതൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ. ഇതിന്റെ ഈ ഭാഗത്തൂടെയൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് ഓരോ സമയത്ത് ഇതേപോലെ പൊട്ടി വീണതാണ്. അപ്പൊ അത് വീടിന്റെ മുകളിലേക്ക് പൊട്ടി വീണിട്ടുണ്ടെങ്കിൽ അത് വീടിനെ സാരമായി ബാധിക്കും. അപ്പൊ അത് പൊളിഞ്ഞു വീഴാൻ, അതായത് വീട് പൊളിയാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടാണ് പഴയ ആളുകൾ ഈ കർമൂസ മരവും അതുപോലെ തന്നെ മുരിങ്ങ മരവും വീടിന്റെ മുകളിലേക്ക് വളരരുത് എന്ന് പറഞ്ഞത്. പഴത്തിൽ ഒരുപാട് ഇത്തവണ നിറച്ച് പൂവ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കായം വിരിഞ്ഞിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് പൂവ് വിരിഞ്ഞിട്ടുണ്ട്. പൂവിന്റെ കനം കൊണ്ട് ഒരു കൊമ്പ് പൊട്ടി വീണത് കാണാൻ പറ്റും. ഇത് ശരിക്കും ഞാനിവിടെ ഇതിന്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് ഇത് താനെ പൊട്ടി വെക്കുന്നത്. അതിന്റെ തുഞ്ചത്ത് നന്നായിട്ട് എന്തുണ്ട്, പൂവുണ്ട്. അപ്പൊ ഇങ്ങനെ ഉറപ്പ് കുറഞ്ഞ ഒരു മരം ആയതുകൊണ്ട് അത് നന്നായിട്ട് വളർന്ന് വീടിന്റെ മുകളിലെത്തിയിട്ട് അത് പൊട്ടി വീടിന്റെ മുകളിലേക്ക് വീണാൽ വീടിന് ദോഷം ചെയ്യും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നും പഴമയിൽ പതിരില്ല എന്നൊക്കെ പറഞ്ഞതുപോലെ വീടിന് ദോഷം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ രീതിയിലുള്ള ദോഷമാണ്, അല്ലാതെ ശകുനം എന്നുള്ള നിലക്കുള്ള ദോഷം അല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കർമൂസ മരമൊക്കെ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ മുകളിൽ നല്ല ശ്രദ്ധ വേണം. അത് പൊട്ടി വീകാനും അതുപോലെ അത് കുട്ടികളൊക്കെ കളിക്കുമ്പോഴോ അതല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊക്കെ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം എന്നതാണ് നമ്മുടെ പഴയ ആളുകൾ നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുള്ളത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. വ്യത്യസ്തങ്ങളായ വീഡിയോകൾ കാണുന്നതിന് PS World 884 എന്ന ചാനൽ സന്ദർശിക്കുക.